ഗൈസ്, അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണ്. നമ്മൾ അമൃതപുരിയിലാണ് പോകുന്നത്. ഏട്ടനുണ്ട്, ഏട്ടൻ്റെ അമ്മയുണ്ട്, പിന്നെ അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മയുടെ അനിയത്തിയും. നമ്മൾ ഇത്രയും പേരായിട്ടാണ് പോകുന്നത്. അമൃതപുരി ചെന്നതിന് ശേഷം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കരുതെന്ന്. പിന്നെ നമ്മളവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ നേരത്തെ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ ഗാർഡനാണ്. അമൃതപുരി എന്ന് പറയുമ്പോഴേ അവിടെ ഉള്ളവർക്കറിയാം, അടുത്ത് അറിയാവുന്നവർക്കും അറിയാം. ഫുൾ ഗാർഡനും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. വളരെ ഭംഗിയാണ്. മുല്ല അങ്ങനെ തുടങ്ങി ഒരുപാട് അരളി പോലത്തെ അരളിയുടെ പല കളറിലെ ടൈപ്പിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. സോ അടിപൊളിയായിരുന്നു. നല്ലൊരു എന്താ പറയുന്നത്, കുറേ നേരം നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും. നമുക്ക് റൂമിലോട്ട് കയറാനേ തോന്നില്ല. പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. സോ അതൊരു അടിപൊളി ഒരു ഇതായിട്ടാണ് അവർ റെഡിയാക്കി എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റൂം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ കയറി. നമ്മുടെ റൂമിൽ 2 ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കിച്ചൺ സെറ്റപ്പ് പോലെ ചെറുതായിട്ടവിടെ. പിന്നെ 2 ബെഡുള്ളത് ഒരെണ്ണം അത്യാവശ്യം വലിയ ബെഡായിരുന്നു. പിന്നെ ഒരു ടേബിളുണ്ട്, പിന്നെ ഒരു അലമാര ഉണ്ടായിരുന്നു, പിന്നെ ബാത്റൂമും. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ റൂമിലുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ, രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് അമൃതാനന്ദമയി അമ്മയുടെ എന്തോ ഒരു നാമജപം അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അമ്മൂമ്മയും കൂടി അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വഴി കടയിലോട്ട് പോകാൻ ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും വിചാരിച്ച് കുറച്ച് നേരം പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. നമ്മളങ്ങനെ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ കുറേ നേരം ഒന്ന് കറങ്ങിയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കടയിൽ നിന്ന് 2 സിപ്പപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടി അത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അമ്മൂമ്മയും കൂടി അങ്ങ് പോയായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഇത് കാണുന്നത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മളവിടെ ഫ്ലവേഴ്സും എല്ലാം ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കാണുന്ന ആ ഒരു കുളത്തിൽ ഒരുപാട് മീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഗപ്പി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഗാർഡൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ ഇടയ്ക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ നേരം അവിടെ പോയി ഇരിക്കണം. നമുക്കൊന്നുമില്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.